ഗൈസ്, അപ്പോൾ എൻ്റെ സ്കിന്ന് പോലും നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടുന്നതിന് നമ്മുടെ പിമ്പിൾസിൻ്റെ മാർക്കുകൾ, അതുപോലെ ഡാർക്ക് സ്പോട്ടുകൾ, ചെറിയ ചെറിയ കുട്ടി കുട്ടി പിമ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനും നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കണം, എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ചെയ്യുക. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫേസ് പാക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വൈറ്റമിൻ സിയും കൂടെ ഉൾപ്പെടുന്ന ഒരു ഫേസ് പാക്കാണ്. വളരെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. പക്ഷേ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആക്കാനും അതേപോലെ തന്നെ സ്കിന്ന് നല്ല സ്മൂത്ത് ഏണിങ് ആക്കാനും അതുപോലെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഒരുപാട് സഹായിക്കുന്നൊരു പാക്കാണ്. വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്കത് പറഞ്ഞു കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഇത് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സ്കിൻ എന്തുമാത്രം നമ്മുടെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ അത് സഹായിക്കും എന്നുള്ളത്. വളരെ സിമ്പിളാണ്. വീണ്ടും പറയുന്നത് വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്ക് നല്ല എഫക്റ്റീവ് കിട്ടുന്നൊരു സംഭവമാണ്. എന്നാൽ ഭയങ്കര കോസ്റ്റ്ലി അങ്ങനെ എന്തോ നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ ഒന്നും ആവശ്യം വരാറില്ല. ഭയങ്കര കോസ്റ്റ്ലി ഒട്ടുമേ ഇല്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ മാത്രമേ ഇനിയുള്ള വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹലോ, അപ്പോൾ നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അലോവേറ ജെല്ലാണ് എടുത്തിട്ടുള്ളത്. ഇത് നാച്ചുറൽ അലോവേറ ജെല്ലാണ്. അപ്പോൾ എല്ലാവർക്കും അലോവേറ ജെല്ല് പറ്റില്ല എന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് പാക്കറ്റിലുള്ളത് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ എടുക്കുന്ന ഓറഞ്ചിൻ്റെ തൊലിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് അകത്തുള്ള നമ്മുടെ ഓറഞ്ച് അല്ലിയില്ലേ, അത് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 3 സ്പൂണാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓറഞ്ചിൻ്റെ തൊലി എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ വാർദ്ധക്യപരമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ അതൊക്കെ നന്നായിട്ട് മാറി നമ്മുടെ സ്കിൻ എപ്പോഴും യങ്ങായിട്ടിരിക്കാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. എന്നിട്ട് അരിപ്പൊടി നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അരിപ്പൊടി വീതം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ലൂസായിട്ടിരിക്കണം, ഒരുപാട് തിക്കാവാൻ പാടില്ല, ലൂസായിട്ടിരിക്കണം. അങ്ങനെ ഒരു രീതി ഇതുപോലെയാണ് ഇരിക്കാനുള്ള. ഒരുപാട് കട്ടിയാവരുത്, ലൂസായിട്ട് തന്നെ ഇരിക്കണം. അതാണ് ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ലൂസായിട്ടിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളിത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിട്ടിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഒഴുകി നടക്കും. അത് നിങ്ങൾ കാര്യമാക്കേണ്ട. അതാണ് ഈ പാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതാണ്. സ്കിന്നിൻ്റെ ഓയിൽ സ്കിൻ ആണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആണ് അലോവേറ ജെൽ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓയിൽ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിന് ഇത് നല്ലത് തന്നെയാണ്. അലോവേറ ജെല്ല് നമ്മൾ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുക അല്ല ചെയ്യുന്നത്. അത് ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുള്ളവർ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഫേസിലേക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഒരുപാട് സ്ക്രബിങ് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഓവറായിട്ട് സ്ക്രബ് ചെയ്ത സ്കിന്നിന് പ്രശ്നമാണെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ ഫേസിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2 സൈഡിൽ മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്. ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾ നോക്കിയോ അടിപൊളിയാണ്. നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാവില്ലേ ഈ എന്താ പറയുക നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല ഈ ബ്ലാക്ക് ഹെഡ്സ് നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന ബ്ലാക്ക് ഹെഡ്സൊക്കെ വളരെ സിമ്പിളായിട്ട് ഇളക്കി കളയാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. ഫേസിൽ മുഴുവനായിട്ട് നല്ല ക്ലീനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വയ്ക്കുവാൻ ഇത് നന്നായിട്ട് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഞാനിത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ഒരു 5 മിനിറ്റത്തെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഗ്ലോയിങ് ആക്കാൻ ഇത് സഹായിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ ആവശ്യമുള്ള വീഡിയോസൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറയുന്ന വീഡിയോസൊക്കെ മിക്കതും ചെയ്യാറുണ്ട്. ചില കമൻറ്റ്സുകളൊന്നും ഞാൻ കാണാതെ പോവാറുണ്ട്. അത് എൻ്റെ കുറ്റമായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ചില മെസ്സേജസൊക്കെ പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ചിലത് വിട്ടു പോകുന്നതായിരിക്കും, ചിലപ്പോൾ ഞാൻ കാണാത്തതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.